പണ്ട് നമ്മുടെ അവിടെയൊക്കെ കല്യാണ നിശ്ചയത്തിന് ഒരു സാമ്പാർ വിളമ്പും കേട്ടോ. അത് ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് ഉള്ളി സാമ്പാറാണ് കേട്ടോ. ആ ഉള്ളി സാമ്പാറും നമ്മുടെ ഇഡ്ഡലിയും കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആ ഇഡ്ഡലിയും സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് ചെറിയുള്ളി നേരാക്കിയെടുത്ത് കഴുകി വതക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കട്ടക്കായം വറുത്തെടുത്ത് ആ എണ്ണയിലേക്ക് തന്നെ 1/4 സ്പൂൺ വെന്തയം, 1 സ്പൂണ് നമ്മുടെ പരിപ്പ്, 1 സ്പൂണ് മുഴുമല്ലി, ഒരു 4-5 കപ്പലുമുളക് ചേർത്ത് ഒരു പിടി തേങ്ങ പറയുമ്പോൾ ഒരു മുറി തേങ്ങ കേട്ടോ. ഒരു മുറി തേങ്ങയും ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വറുത്തതെല്ലാം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സാമ്പാർ വെക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് 3 തക്കാളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ നമ്മുടെ എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 2 പിടി പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നതിലേക്ക് ഇതിലേക്ക് നമുക്ക് പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക് ചേർത്ത് നമ്മൾ കടുക് വറുത്ത് ചേർത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ആവി പറക്കുന്ന ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉള്ളി സാമ്പാറിന്. പിന്നെ ഈ കോമ്പിനേഷൻ എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ.